2020 ലോകകപ്പിന് മുന്നോടിയായി ടീം ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെതിരെ സന്നാഹ മത്സരം കളിക്കുന്നുണ്ട്. രാത്രി 8 മണിക്ക് ന്യൂയോർക്കിലെ നസാവോ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. സ്റ്റാർ സ്പോർട്സിലും ഹോട്ട്സ്റ്റാറിലും വഴി മത്സരം ഇന്ത്യയിൽ തത്സമയം കാണാം. രോഹിത്തും സംഘവും ഇത്തവണ കപ്പടിക്കണമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് അമേരിക്കയിലേക്കും കരീബിയൻ രാജ്യങ്ങളിലേക്കും പറന്നിറങ്ങിയത്. ഏകദിന ലോകകപ്പിൽ കയ്യകലെ കിരീടം നഷ്ടമായതിൻ്റെ മുറിവുണങ്ങണമെങ്കിൽ കുട്ടി ക്രിക്കറ്റിൻ്റെ വിശ്വകിരീട പോരാട്ടത്തിൽ കപ്പുയർത്തണം. ബംഗ്ലാദേശിനെതിരായി ഇന്നത്തെ സന്നാഹ മത്സരത്തിൽ ടീമിന്റെ ദൗർബല്യങ്ങൾ തിരിച്ചറിയാനാകും പരിശീലകൻ രാഹുൽ ദ്രാവിഡ് ശ്രമിക്കുക. അതേസമയം സാധ്യത 11 പ്രവചിക്കുക അസാധ്യമാണ്. കാരണം ഒരു സന്നാഹ മത്സരമാണിത്. അതുകൊണ്ട് തന്നെ എല്ലാ താരങ്ങൾക്കും അവസരം നൽകുക എന്നതായിരിക്കും ടീം ഇന്ത്യ ഇന്ന് നോക്കുക. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനാകാത്ത താരങ്ങൾക്ക് ഫോം വീണ്ടെടുക്കാനുള്ള അവസരമാണ് ഇന്നത്തെ ബംഗ്ലാദേശിനെതിരായുള്ള സന്നാഹ മത്സരം. സന്നാഹ മത്സരത്തിൽ ആരൊക്കെ കളിക്കുമെന്നതിലും ആകാംക്ഷയുണ്ട്. രണ്ടാം വിക്കറ്റ് കീപ്പറായി ഉൾപ്പെടുത്തിയ സഞ്ജു സാംസണിന് അവസരം ലഭിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് ആരാധകർ. അമേരിക്കയിലേക്ക് അവസാന നിമിഷം യാത്ര തിരിച്ച് വിരാട് കോഹ്ലി സന്നാഹ മത്സരം കളിക്കാൻ ഒട്ടും സാധ്യതയില്ല. ലോകകപ്പിന് മുൻപ് ഇന്ത്യൻ താരങ്ങൾ അമേരിക്കയിലെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. 3 ദിവസമായി കാണ്ടിയ പാർക്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലനം നടത്തിയിരുന്നു. ആതിഥേയരായ അമേരിക്കയോട് നാണം കെട്ട തോൽവി നേരിട്ടാണ് ബംഗ്ലാദേശ് ലോകകപ്പിനെത്തുന്നത്. പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിലും ബംഗ്ലാദേശ് പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ അമേരിക്ക പരമ്പര സ്വന്തമാക്കി ചരിത്രം കുറിച്ചിരുന്നു. ഈ തിരിച്ചടിക്ക് ഇന്ന് ഇന്ത്യയെ തോൽപ്പിച്ച് ഊർജം വീണ്ടെടുക്കാനാണ് ബംഗ്ലാദേശിന്റെ ശ്രമം. ജൂൺ 8-ന് ശ്രീലങ്കയ്ക്കെതിരെയാണ് ബംഗ്ലാദേശിന്റെ ആദ്യ മത്സരം. ജൂൺ 5-ന് ന്യൂയോർക്കിൽ അയർലൻഡ്സിനെതിരെയാണ് ടീം ഇന്ത്യയുടെ ആദ്യ പോരാട്ടം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ജൂൺ 9-നാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. 12-ന് USA, 15-ന് കാനഡ ടീമുകളെയും ഇന്ത്യ നേരിടും. 2007-ന് ശേഷം ഇന്ത്യക്ക് ഒരു 2020 ലോകകപ്പ് നേടാൻ സാധിച്ചിട്ടുമില്ല. 2022-ൽ ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന 2020 ലോകകപ്പിൽ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് തോറ്റ് ഇന്ത്യ പുറത്തായിരുന്നു.